ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റാണ്. ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന സാധനമാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താന്ന്? അപ്പൊ നിങ്ങൾ ഗസ് ചെയ്യൂ, ഞങ്ങൾ പറയാം. തൽക്കാലത്തേക്ക് കോഴിക്കോട്ടുകാരുടെ കൊടുവള്ളിക്കാരുടെ സ്പെഷ്യൽ ഐറ്റം കൊച്ചിക്കോയ അതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളെ കൊച്ചിക്കോയ മേക്കിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാട്ടോ. ഇത് നല്ല രീതിയിൽ ഉള്ളി നന്നാക്കുന്നുണ്ട്. ഒരു പണിയില്ലാതെ ചില്ലും. കത്തില്ല ഗൈസ്, ഒരു കത്തിയുണ്ട്, വരുന്നുണ്ട്. നമ്മളെ ദേശീയ ഭക്ഷണമാണ് കോഴിക്കോട്ടുകാരുടെ, കൊടുവള്ളിക്കാരുടെ അല്ലേ, കൊടുവള്ളിക്കാരുടെ ദേശീയ ഭക്ഷണം. പണ്ട് കാലങ്ങളിൽ വിശപ്പ് മാറ്റാൻ ഉപയോഗിച്ച കൊച്ചിക്കോയ. ഇപ്പൊ ട്രെൻഡിങ് ആയ ഞങ്ങള് തൊട്ടടുത്ത പൂനൂരില് ആളില്ലേ ആ ഹോട്ടലുള്ള റെസ്റ്റോറന്റ്, എന്തായാലും പുഴയോരം റെസ്റ്റോറന്റ്. നമുക്ക് പിന്നെ അവിടെ പോയി കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്നത് കൊണ്ട്. ഗൈസ്, ഞങ്ങളിത് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവരൊക്കെ എല്ലാവരും വിളിച്ചിങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുഴയോരം റെസ്റ്റോറൻറ്റിൽ പോകേണ്ട ആവശ്യമില്ല. അശ്വതി കഴിക്കില്ല എന്നൊക്കെയാ പറഞ്ഞത്, അവളെ കൊണ്ട് നമ്മൾ കഴിപ്പിക്കും. കളഞ്ഞിട്ട് നാരങ്ങ നീ വെക്കണം. ഇത് രണ്ട് വിധം പഴമുണ്ടല്ലോ ഒക്കെ ഒന്നാണ്. നമ്മൾ കൊച്ചിക്കോയ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് ഞാലിപ്പൂവൻ അല്ലേ? ആണിപ്പൂവന? 2 കിലോ പഴം. ഞാലിപ്പൂവനാണോ ആണിപ്പൂവനാണോ? ആണിപ്പൂവൻ. കൊച്ചിനാന്ന് പറഞ്ഞിട്ട് തോല് വിളിച്ചിട്ട് ഓർക്ക് തിന്നാൻ വേണ്ടിട്ടേ കുറച്ച് ഞങ്ങള് ചെറിയുള്ളി, ഇത് ചെറുനാരക ജ്യൂസ്. കുത്തിന്ന് പൊളിച്ചൂട്. കൈയൊക്കെ കഴിഞ്ഞോ? കൈ കഴുകാതെയാണ് നമ്മള് കൊച്ചിക്കായ ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, ഒരു പണിയും ചെയ്യാണ്ട് തിന്നാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ചളി 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 ചളി. അടുത്താൾ പോയിക്കോളും. നമ്മുടെ ബാലവേലക്ക് കേസ് കിട്ടോ? തോലെനിക്കെന്തിനാ? രാവിലെ എന്തെങ്കിലും കുഞ്ചുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യമാണ് പഴത്തിന്റെ തൊലി ജ്യൂസ് അടിച്ചു കുടിക്കുന്നത്. സഹായിക്കുന്നുണ്ടില്ലേ? അതെ അതെ, ഇവിടെ ഏറ്റവും ചെറിയ നമുക്ക് ഇതിന്റെ ഇഞ്ചി നീര് എടുക്കണം. കൊച്ചിക്കോയിലേക്ക് ഇതൊരു പ്രധാന ഐറ്റമാണ് ഇഞ്ചി നീര്. ഇഞ്ചി അധികമായി പോകുന്നറിയില്ല കേട്ടോ. ഇതാണ് നമ്മള് അരച്ചെടുത്ത ഇഞ്ചി, ജിഞ്ചർ അല്ലേ. ഇനി നമുക്കിത് നീരെടുക്കണം കേട്ടോ. ഇതിന്റെ നീര് ഇതെങ്ങനെ നീരെടുക്കുക? പിഴിഞ്ഞു. തോല് പോലും നമ്മുടെ കുഞ്ചു വെറുതെ വിടില്ല. അതെ അതെ ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ട്
അവാർഡ് വാങ്ങിയതല്ലേ? യോ തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞതാ. ഇത് ഏതോ കണ്ടത്തിലെത്തുന്ന ഇത് കണ്ടെത്തുന്നല്ലാണ് ഇവ തേങ്ങ എടുത്ത് കിട്ടുക. നമ്മള് രാവിലെ കുഞ്ചുന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യമാണ് ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങളിതാ കുഞ്ചിന്റെ രഹസ്യമായ പഴത്തുലിയും കൊണ്ട് പോവാണ്. രാവിലെ ജ്യൂസ് അടിച്ച് കുടിക്കാനുള്ളതാണ്. ഞങ്ങൾ തേങ്ങ എടുക്കാൻ പോവാണ് ഗൈസ്. ഒരാളോട് തേങ്ങ കൊണ്ടുവരാൻ കണ്ടിട്ട് നിങ്ങൾ കണ്ടില്ല ഗൈസ്, എത്തി തേങ്ങ കൊണ്ടുവന്നത്. തേങ്ങ നല്ല ചന്ദനക്കുളി ബ്രേക്ക് ബ്രേക്ക്. ഇവിടെ എന്തായി അവസ്ഥ? ഇതാണ് ഇതെന്ത് സാധനം? പഴം. ജ്യൂസ് മിക്സിയിൽ അടിക്കാൻ പാടില്ല. മിക്സിയിൽ അടിക്കാൻ പാടില്ല. അപ്പൊ നമ്മള് ഗുട്ടൻസ്, ഈ കൊച്ചിക്കോയന്റെ ഗുട്ടൻസ് എന്ന് പറഞ്ഞാല് നമ്മള് മിക്സിയിൽ അടിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളൊരു ആളെ വെച്ചിട്ട് പഴം കുത്തി ആക്കുകയാണ്. ഇത് നമ്മളെ ചെറിയൊരു ഹെൽപ്പറാണ്. കുഞ്ഞു കുത്തിക്കോ. നിങ്ങളിത് കാണണം. ഇതാണ് നമ്മളെ കുഞ്ചം ആദ്യമായിട്ട് പണിയെടുക്കാണ്. ചെലവാനറിയാലേ. മിൽക്ക്, ജിഞ്ചർ ജ്യൂസ്, ഗാർലിക് അല്ല ഒനിയൻ, ലെമൺ ജ്യൂസ്. പാവം കുഞ്ചു ഒറ്റയ്ക്ക് ഇരുന്ന് കുത്തുകയാണ്. നോക്കട്ടെ. ആരോ പഞ്ചസാര എടുക്കുന്നുണ്ടേ. അതെന്താ മുത്ത? എന്താ കുറച്ച് തരുവോ? ഞങ്ങൾ എക്സ്പ്രഷൻ ഇട്ടിട്ട്. അതെ. സീതു സ്മൈൽ പ്ലീസ്. സ്മൈൽ. പാവം കുഞ്ചോടെ ഇരുന്ന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണ് ഗൈസ്. നിങ്ങളിത് കാണണം ഗൈസ്. രോദനം. അതെ, ഒരു പഴത്തിന്റെ രോദനം കണ്ടോ. അടുത്ത ആള് വല്ല ചെലവാണ്. തേങ്ങ ചെലവാണ്. അതെ തേങ്ങ കൊണ്ടുള്ള ആക്രമണം. അശ്വതി, കൊച്ചിക്കോയനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 2 വാക്ക്. എനിക്കിഷ്ടമില്ല. കൊച്ചിക്കോയന്റെ ഫാൻസുകൾ കൊടുക്ക് തന്നെ. മുട്ട് ഒരു മരിയോ
ആ അതന്നെ, അത് കൊള്ളാം. ഒന്നുകൂടി. ആ അതന്നെ. ഒരാള് പ്ലേറ്റ് കൊണ്ടുവരുന്നുണ്ടേ. അതെ കൊടുക്ക്, ഞങ്ങൾ എന്തൊക്കെയോ പെറുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട്. കഴിയാനായില്ലേ? തമ്പുരാനറിയാം. അമ്മോ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? എന്തെങ്കിലുമൊക്കെ പറ. എന്റെ ഗ്ലാസ് ആട്ടോ ഇത് നമ്മൾ അജ്ഞയുടെ ഗ്ലാസ് ആണ്. സാംസങ് ആണെന്ന് പറയുന്നു. അല്ല ഇപ്പൊ എന്തിനാ ഇരിക്കുന്നേ? ഞാൻ അത്രയ്ക്ക് ആ അത് ഞങ്ങള് കണ്ട്. വീഡിയോയിൽ കണ്ട്. ഇതിലെന്തെങ്കിലും ഉണ്ടോ അകത്ത്? ആ അകത്തുണ്ട്. നല്ല പണിയെടുത്തോണ്ട് നിനക്ക് പണിയെടുത്തൂടാ ശരി. കുറച്ച് ടേസ്റ്റ് തന്നാ. നിങ്ങൾ കണ്ടതാണ് പഴം. നമ്മള് 2 കിലോ പഴം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മള് കുത്തി ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ കുഞ്ചുവിന് തന്നെ വേണ്ടി വരും. അതെ, കുഞ്ചിനുള്ളത് കുഞ്ചിന് കുത്തി രാത്രി ആക്കേണ്ടി വരും. ആർക്കോ ഉള്ള കുത്തലാണോ എന്നൊരു ഡൗട്ട്. ഇവര് പാത്രത്തിലേക്ക് ആക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ മെയിൻ ഐറ്റം എന്ന അവിലാണ്. അമ്മോ ഈ കരന്നതാ കവറ്. നമുക്ക് ഇതാക്കാൻ അറിയില്ല. ഇതെന്താക്കി അമ്മോ ഈ കവറ്? ഞാനല്ല വേറൊരാളാക്കി. ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അടുത്ത വീട്ടിൽ വെളിപ്പെടുത്താം. ആരാ അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കും. അതെ, ആ ആള് വീഡിയോ കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് കീറിയ ആള്. തേങ്ങാപ്പാലിന് തേങ്ങ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് കുറച്ചൊന്ന് അടിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാലേ ചെയ്യാം. ആ തേങ്ങാപ്പാല് അതിൽ വെക്കും. പാലിന്റെ കൂടെ തന്നെ തേങ്ങാപ്പാലും കൂടെ വെക്കാം. ഓക്കെ. ഇത് എത്ര, 1 കൂട്ടം 2 കൂട്ടം അങ്ങനെയൊക്കെ ഇല്ലേ തേങ്ങാപ്പാലിന്റെ? ഫസ്റ്റ് നമ്മള് നേരത്തെ പറഞ്ഞ ഇത് മതിയോ? ഇത്ര മതി. ഇനി തേങ്ങാപ്പാൽ. ഈ വെള്ളം ഒഴിക്കണ്ട. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിന്ന് കൊച്ചിക്കോയ തിന്നാൻ പോവാണേ. ഇതിന് എല്ലാവർക്കും അറിയാലോ കൊച്ചിക്കോയന്റെ കൊടുവള്ളിക്കാരുടെ സ്പെഷ്യൽ ഐറ്റാണ് ഇത്. ഫസ്റ്റ് പഴം കൈകൊണ്ടോ അല്ലെങ്കിൽ കടൈക്കോലുകൊണ്ടോ ഇങ്ങനെ ആക്കി മാറ്റണം. അതിന് ശേഷം അതിന് മിക്സിയിൽ അടിക്കാൻ പാടില്ല. അതാണ് കൊച്ചിക്കോയന്റെ ഗുഡ്നെസ്. അതാണ് അതിന്റെ തിയറി. അപ്പൊ അതിന് പഴവും പഞ്ചസാരയും കൂടെ ഇങ്ങനെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ട് അതിലേക്ക് പച്ചപ്പാൽ ഒഴിക്കുക. പശുപ്പാലല്ലോ കേട്ടോ, സോറി, പാക്കറ്റ് പാൽ. പശുപ്പാൽ ഇല്ലല്ലോ. ഓക്കെ, അതാ കത്രിക്കല്ല. കാണാനൊക്കെ ഒരു മൊഞ്ചുണ്ടല്ലേ, കൊടുവള്ളിക്കാരെ പോലെ. കൊടുവള്ളിക്കാര് മൊത്തം നല്ല രുചിയുള്ളതാണ്. കൊച്ചിക്കോയക്ക് നല്ല രുചിയാണ്. ഇത് നമ്മുടെ അന്യം നിന്ന് പോയ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് അടുത്ത പുഴയോര റെസ്റ്റോറന്റ് അല്ലായിരുന്നു പൂനൂര്, ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ്. ശരിക്കും ഇത് കൊടുവള്ളിക്കാരുടെ ഭക്ഷണമാണ് കേട്ടോ. കുഞ്ചിന്റെ വായനങ്ങനെ വെള്ളം കുടിച്ചിട്ടില്ല. പണ്ടുള്ളവരൊക്കെ ഇത് ഈ ഭക്ഷണം ഞങ്ങളെ വീട്ടിലൊക്കെ സുലഭമായിട്ട് ഉണ്ടാക്കിയായിരുന്നു. ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഉണ്ടാക്കില്ല. കാരണം അങ്ങനെ എല്ലാവരും ഒത്തുകൂടി കുറച്ച് പണിയുള്ള പണിയാണ്. ഒരുപാട് ടൈം തേങ്ങാപ്പാൽ. ഇനി തേങ്ങാപ്പാൽ സെറ്റാക്കി വെച്ച് രണ്ടാമത് ഫസ്റ്റ് തമ്പ എന്ന് പറയും. അതാണ് വേണ്ടത്.
പഞ്ചസാര തന്നെ ഇടണോ? മധുരം just കയ്യിൽ ആരെങ്കിലും ആക്കി ടേസ്റ്റ് ചെയ്തു. പാല് വേണോ? ഒരു പാക്കറ്റ് കൂടി അതല്ല, കുറച്ചുകൂടി വെള്ളാവണ്ടേ? അതാണ് ഓക്കെ. ഞാൻ പറയുന്നത് കുറച്ച് ഇതോടൊക്കെ ഒരു പാത്രത്തിൽ എടുത്തേക്കാം. ഇത് ഒഴിക്കുന്നേരം മുന്നേ നാരങ്ങനീരും ഇഞ്ചിനീരും ഒഴിക്കുന്നേരം മുന്നേ ഇത് കുഴപ്പമില്ല, ഒന്നും ആവില്ല. ഒരു പാത്രം ഒരു ഡവർ മതിയോ? കുറെ ആൾക്കാരില്ലേ അതിലോ ഇഞ്ചിനീരോ നാരങ്ങനീരും ഒക്കെ വിട്ടപ്പെട്ട് സ്വന്തമായിട്ടുണ്ടാവുക. അത് ഈ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ചെറിയ ഉള്ളി അരച്ച് എന്റെ നീരെടുത്തതാണ്, അത് ഒഴിക്കാം. ചെറുള്ളിയാ ഇത് പെട്ടെന്ന് തന്നെ ഇത് ഇഞ്ചി അരച്ച് അതിന്റെ നീരെടുത്ത് വെച്ചതാണ്, അതോ ഒഴിക്കാം. ഇത് ലെമൺ അതിന്റെ നീരെടുത്തിട്ട് ജ്യൂസ്, ലെമൺ ജ്യൂസ്. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ പ്ലേറ്റില് അവിലിന്റെ മുകളിലേക്കാണ് കുറച്ച് മതിയോ? ഇനി കൈകൊണ്ട് വായി സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല. ഇത് കൈകൊണ്ട് ചവച്ചരയ്ക്കാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ 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 ആക്കാം കേട്ടോ. ഇത് ബാക്കിയുള്ള കൊടുക്കും. എന്താ അവസ്ഥ? അവൻ കൊടുത്തേക്ക് ഇത് വാങ്ങി എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ നമ്മള് വീട്ടുകാർക്ക് കൊടുക്കണ്ട ബാക്കി. അമ്മ